Hello, welcome to the next lecture in programming in C. Today we will be dealing with the concept of structures. Okay, so what are structures? Structures are user defined, or let's say derived data types. Okay, so what does it mean? That means എന്താണ് നമുക്ക് ഓൾറെഡി കുറച്ച് ഡേറ്റ ടൈപ്സ് സിയിലുണ്ട്, ഇൻഡ്, ക്യാർ, അതുപോലെ. എന്നാൽ നമ്മൾ ഈ ഓൾറെഡി ഉള്ള ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരെണ്ണമാണ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓർ പെക്യൂലിയാരിറ്റി ഓഫ് സ്ട്രക്ചർ? ബേസിക്കലി a structure is a collection of variables under a single name. Okay, a collection of variables under a single name. ഈ collection of variables എന്ന് പറയുമ്പോൾ these variables can be of multiple or different data types. Okay, can be of different data types. Let's see an example. Right, let's see an example. I'm writing, and ഇതിൽ കൂടെ തന്നെ നമുക്ക് ആദ്യം ഒരു സിൻടാക്സ് പറയാം എക്സാമ്പിളിന് മുമ്പേ. that will be better. Okay, first നമുക്ക് സിൻടാക്സ് കാണാം. So we have to use the keyword struct, strut, struct, then followed by the name of our structure, and braces, curly braces, data type, member 1. ഇതിൽ ഓരോ വേരിയബിളിനെയും ഈ കളക്ഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഓരോ വേരിയബിളിനെയും നമ്മൾ ഇതിൻ്റെ ഓരോ മെമ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, അടുത്ത മെമ്പറിനെ ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനെ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കാണാം. റൈറ്റ്, struct, let's say student, and the members are character, name, ഒരു array declare ചെയ്തു, then what, integer semester, integer roll number, then float CGPA, and then closing it. So here I have declared a structure. ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിനകത്ത് എന്താണ്, നെയിം എന്ന് പറയുന്നൊരു അറേ ഉണ്ടാവും, ഒരു നെയിം എന്ന് പറയുന്നൊരു സ്ട്രിങ് ഉണ്ടാവും, സെമസ്റ്റർ എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ഉണ്ടാവും, റോൾ നമ്പർ എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ഉണ്ടാവും, CGPA എന്ന് പറയുന്നൊരു ഫ്ലോട്ട് ഉണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. I have declared a structure, but എന്താണ്, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളൊരു ഡേറ്റ ടൈപ്പ് ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് എന്താണ്, റിമെമ്പർ ദിസ്, വെൻ structure is declared, memory is not allocated. Okay, memory is not allocated. Why? നിങ്ങൾ ഇതൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഇപ്പം നിങ്ങൾ ആ ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. റൈറ്റ്, memory is allocated
is allocated only when a variable is declared. ഓക്കെ, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ വേരിയബിളിന് വേണ്ടിയിട്ട് ആ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് വേരിയബിളിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ കൊള്ളാൻ പറ്റുന്ന അത്രയും സ്പേസ്, അത്രയും മെമ്മറി മാറ്റിവെക്കും. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഓക്കെ, വാട്ട് ഐ എം ഡൂയിങ് ഇസ് struct student blah 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 whatever. Okay, int main. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എഴുതിയ സാധനം. നമ്മൾ ഈ സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ് എപ്പോഴും. ഡിക്ലെയർ ചെയ്തു, കാരണം അത് ഗ്ലോബലായിട്ട് വേണ്ടൊരു സാധനമാണല്ലോ. ഓക്കെ, ഇൻറ്റ് മെയിൻ. നൗ ഐ ആം ഡിക്ലെയറിങ് എ വേരിയബിൾ struct student. Okay, this is the syntax. Structure name followed by the variable name stud1, stud2, then what I am doing stud20, then whatever. Okay, ഇവിടെ എന്താ സംഭവിച്ചത്? If you look at here, ഇത് മാൻഡേറ്ററി ആയിട്ട് വേണം. ഇത് സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഫോളോഡ് ബൈ ഏത് സ്ട്രക്ചറിൻ്റെ, നിങ്ങൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്ന ഏത് സ്ട്രക്ചറിൻ്റെ എന്താണ് വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റുഡൻറ്റ്, അതിൽ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ stud1, സെക്കൻഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ stud2, തേർഡ് വേരിയബിൾ ഇസ് ആൻ അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സപ്പോസ് നമ്മുടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന പാക്കേജിൽ എന്തൊക്കെയുണ്ട്? നെയിം എന്താണ്, സെമസ്റ്റർ, റോൾ നമ്പർ, മാർക്ക്, ഇത്ര സാധനമില്ലേ? അപ്പം ഓക്കെ, stud1, അതുപോലെ stud2, ഇത്രയും സാധനമുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എൻ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ് ടു 20. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് വിൽ ബി stud of 0, ദിസ് വിൽ ബി stud of 1 അപ് ടു stud of 19. ഇങ്ങനെ മൂന്നാല് സാധനങ്ങൾ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഈ ഡിക്ലറേഷൻ വരുമ്പോൾ മാത്രമേ എന്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം കാണാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. ഹൗ ഡു യു ആക്സസ് എ മെമ്പർ? സ്ട്രക്ചർ മെമ്പറിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്ന? യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. എക്സാമ്പിൾ stud2 ഡോട്ട് റോൾ നമ്പർ. ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ include your stdio string whatever, struct person, character, name 50, then some integer thing, some float thing. എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു സെമി കോളൻ ഇട്ട് തീർക്കുക ചെയ്തത്. പക്ഷേ ഇവിടെ എന്താ person1 എന്ന് പറയുന്ന ഡിക്ലെയർ ചെയ്തത്. ആക്ച്വലി നമ്മൾ നേരത്തെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തല്ലോ, അതിന് പകരം നമുക്ക് ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യാം. Suppose you want another thing, you can write person2 or 3 whatever. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. This is equivalent to writing what is equivalent to writing? This is equivalent to writing struct person1. ഇതിന് ഇക്വലൻ്റ് തന്നെ, ഇതും ഇവിടെ ഇങ്ങനെ എഴുതുന്നതും ഇക്വലൻ്റ് തന്നെയാണ്. സെയിം, ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പോൾ നമ്മളൊരു person1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പിന്നെന്താണ് ചെയ്യുന്നത്? സ്ട്രിംഗ് കോപ്പി person1 ഡോട്ട് നെയിം. അതായത് ഈ ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരു നെയിം, നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇതിലോട്ട് കോപ്പി ചെയ്യുന്നു. ഓക്കെ, person1 എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിളിൻ്റെ അകത്തുള്ള നെയിം എന്ന് പറയുന്ന വേരിയബിൾ. സോ ഒരു സ്ട്രക്ചറിനകത്തുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യാം.
ഓക്കെ, നമ്മളെപ്പോഴും സ്ട്രിങ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യരുത്, ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യരുത്, പകരം യൂസ് സ്ട്രിങ് കോപ്പി. ഓക്കെ, ഓൾസോ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഓരോ വാല്യൂസ് നമ്മൾ അടുത്ത രണ്ട് ഇതിൽ കോപ്പി ചെയ്യുന്നു. ദെൻ വി ആർ പ്രിൻറ്റിങ്. പ്രിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഡോട്ട് വെച്ച് തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ പ്രോഗ്രാം 7. Sorry, ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ലെറ്റ്സ് റൺ ഇറ്റ് അഗൈൻ. സോ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ആ സാധനങ്ങൾ നമ്മൾ കൊടുത്ത വാല്യൂസ് 1 by 1, person 1 dot name, person 1 dot CIT number, person 1 dot salary, അത്രയും സാധനം പ്രിൻ്റ് ചെയ്തു. സോ ഇതെങ്ങനെയാണ് ആ ഡോട്ട് എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്തത്, നത്തിങ് എൽസ്. Okay, now let's see some further concepts when it comes to structures. The first thing I want to show you is type definition എന്ന് പറയുന്ന സാധനം. അതായത് നമ്മൾ ഇതുവരെ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് ഇത് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് സ്ട്രക്ചർ നെയിം ഫോളോഡ് ബൈ നമ്മുടെ വേരിയബിൾ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ ഡിഫൈൻ ചെയ്യാണ്. സ്ട്രക്ചർ പേഴ്സൺ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ പേഴ്സൺ എന്ന് പറയുന്ന പേരിലേക്ക് ടൈപ്പ് ഡെഫ് ചെയ്യാണ്. ഇറ്റ് മീൻസ് ആഫ്റ്റർ ദിസ് വെനെവർ ഐ ആം യൂസിങ് ദിസ് പേഴ്സൺ ദാറ്റ് ഈസ് ഇക്വലൻ ടു എന്താണ് സ്ട്രക്ചർ പേഴ്സൺ എന്ന് യൂസ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് പേഴ്സൺ. അതായത് നമ്മളിപ്പം ഇൻറ്റ് P1 എന്ന് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്നുള്ളൊരു കൺവീനിയൻസിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു ടൈപ്പ് ഡെഫ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നു. പിന്നീട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, വെരി സിമിലർ. ഓക്കെ, ലെറ്റ്സ് സീ പ്രോഗ്രാം 8. സി സെയിം നത്തിങ്, ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നു ആ ഒരു റിമെമ്പർ ദിസ് ടൈപ്പ് ഡെഫ്. ഇതിപ്പം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് പെട്ടുപോകുന്നില്ല, ബട്ട് ദിസ് ഇസ് എ ഹാൻഡി thing. Okay, the next concept is a pointer to a structure. See, structure എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഇറ്റ് ഈസ് എ വേരിയബിൾ ഓർ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് എന്താണ് ഒരു വാല്യൂസ് സ്റ്റോർ യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റിജറിന് പോയിൻ്റർ ഉണ്ട്, ക്യാരക്ടറിന് പോയിൻ്റർ ഉണ്ട്, അറേക്ക് പോയിൻ്റർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ സ്ട്രക്ചറിന് നമുക്ക് പോയിൻ്റർ ഡിക്ലെയർ ചെയ്യാം. സോ ഹൗ ഡു വി ഡു ഇറ്റ്? ഇവിടെ നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചറിന് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്? നേരത്തെ മറ്റേത് ഡേറ്റയ്ക്കും ചെയ്യുന്നത് പോലെ എങ്ങനെയാണ് സ്ട്രക്ചർ പേഴ്സൺ സ്റ്റാർ പേഴ്സൺ പോയിൻ്റർ, പിന്നെ ഒരു പേഴ്സൺ ഉണ്ടെന്ന് പറയുന്ന സാധനം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മളതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. സിമ്പിൾ. ഓക്കെ, ജസ്റ്റ് സ്ട്രക്ചറിനെ നമ്മളൊരു ഇൻറ്റിജറും ക്യാരക്ടറൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, എൻ്റർ ഏജ് 12, എൻ്റർ വെയിറ്റ് 23, ഡിസ്പ്ലേയിങ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? ജസ്റ്റ് ആ ഇതിലൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് ഈ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. ഏതാണ്? ഡാഷ് ഫോളോഡ് ബൈ ആരോ പോലത്തെ സാധനം. നമ്മൾ പോയിൻ്റർ അല്ല, പേരാണ് യൂസ് ചെയ്യുന്നത്, പേഴ്സൺ 1 എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഡോട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ദി അതർ തിങ് ഈസ് നമ്മൾ ഇൻറ്റിജേഴ്സ് പാസ് ചെയ്യും ഫംഗ്ഷനിൽ, പോയിൻ്റേഴ്സ് പാസ് ചെയ്യും, അതുപോലെ നമുക്ക് സ്ട്രക്ചറും പാസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് പാസ് ചെയ്യുന്നത്? നമ്മൾ ഇനിഷ്യലി സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ജസ്റ്റ് ലിസ്റ്റ് എന്താണ് ഈ ഫംഗ്ഷൻ ഒരു സ്ട്രക്ചർ വേരിയബിൾ എന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഞാനിതെല്ലാം ഓട്ടിച്ച് പോകാൻ കാരണം ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അതിന് ജസ്റ്റ് സ്ട്രക്ചറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. നത്തിങ് എൽസ് ഇസ് ദെയർ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്ട്രക്ചർ അകത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഒരെണ്ണം ഒരു ഇത് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് വി ആർ കോളിംഗ് ഡിസ്പ്ലേ S1. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കാൻ എഫ് നെയിം,
എന്താണ് സ്കാനഫ് ഏജ് എല്ലാം റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ റീഡ് ചെയ്ത് വെച്ച ആ സ്ട്രക്ചർ നമ്മൾ പാസ് ചെയ്യുന്നു, S1 എന്ന് പറയുന്ന ഡിസ്പ്ലേയിലോട്ട് പാസ് ചെയ്യുന്നു. ആൻഡ് എന്താണ് അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ദിസ് ഇസ് പ്രോഗ്രാം 10, റൈറ്റ്? 10 എൻ്റെ നെയിം QQQ 12. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുന്നു. സിമ്പിൾ. ഓക്കെ, ഇതെന്താ? നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ വി പാസ്ഡ് വാല്യൂ ഓർ സ്ട്രക്ചർ ടു എ ഫംഗ്ഷൻ. ഇവിടെ വാട്ട് ആർ വി ഡൂയിങ്? വി ആർ റിട്ടേണിങ് സ്ട്രക്ചർ ഫ്രം എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എങ്ങനെ? സ്ട്രക്റ്റ് എന്ന് വേണം അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഡിക്ലെയർ ചെയ്യാൻ. സ്ട്രക്റ്റ് മാത്രമല്ല, സ്ട്രക്റ്റ് സ്റ്റുഡൻ്റാണ് നമ്മുടെ റിട്ടേൺ ടൈപ്പ്. ഓക്കെ, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് റിട്ടേൺ ടൈപ്പാണ്. ഫംഗ്ഷൻ്റെ നെയിം എന്താണ്? ഗെറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അതിന് മുമ്പ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ദെൻ എവറിത്തിങ് എൽസ് ഇസ് യൂഷ്വൽ. ഓക്കെ, നമ്മുടെ എന്താണ് ഇവിടെ എന്താണ്? ഗെറ്റ് ഇൻഫർമേഷൻ ഈക്വൽ ടു എസ് ഈക്വൽ ടു ഗെറ്റ് ഇൻഫർമേഷൻ. അതായത് എസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ ഗെറ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഡേറ്റ പാസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ വാട്ട് ആർ വി റിട്ടേണിങ്? ഇവിടെ നമ്മൾ കുറേ റീഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ വി റിട്ടേണിങ്? റിട്ടേൺ S1. റിട്ടേൺ 0 എന്നോ റിട്ടേൺ N എന്നോ റിട്ടേൺ I എന്നോ കൊടുക്കുന്ന പോലെ റിട്ടേൺ S1. സിമ്പിൾ. സി അതുപോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ജസ്റ്റ് ആ സ്ട്രക്റ്റ് എന്നുള്ള കോൺസെപ്റ്റായിട്ടൊന്ന് കംഫർട്ടബിൾ ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മൾ എന്താണ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് ഒരു കുറച്ചുകൂടെ ഒരു എന്താണ് ഒരു വലിയൊരു സാധനം പാസ് ബൈ റെഫറൻസ് യൂസ് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് സി. നമ്മൾ ആദ്യം നമ്മുടെ ടൈപ്പ് ഡെഫ് ചെയ്തു, കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ഡെഫ് ചെയ്തു. ആൻഡ് ഹിയർ വാട്ട് ആർ വി ഡൂയിങ്? ഇവിടെ നമ്മൾ രണ്ടെണ്ണം പാസ് ചെയ്യുന്നുണ്ട്. എന്താണ്? കോംപ്ലക്സ് C1, കോംപ്ലക്സ് C2, ദെൻ പോയിൻ്റർ ടു എ കോംപ്ലക്സ് റിസൾട്ട്. 3 സാധനം നമ്മൾ പാസ് ചെയ്യാണ്. റിട്ടേൺ ഒന്നുമില്ല, വോയിഡാണ് റിട്ടേൺ ടൈപ്പ്. സോ എങ്ങനെയാണ് ഇവിടെ നമ്മൾ രണ്ടെണ്ണം കോംപ്ലക്സ് C1, C2, റിസൾട്ട് 3 എണ്ണം ഡിക്ലെയർ ചെയ്യുന്നു. നമ്മൾ ഓരോ ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റീഡ് ചെയ്യുന്നു. ദെൻ വാട്ട് ആർ വി ഡൂയിങ്? വി ആർ putting add numbers. Add numbers C1, C2, ampersand result. ഓക്കെ, നമ്മളിവിടെ എന്താണ്? അഡ്രസ്സ് പാസ് ചെയ്യാണ് റിസൾട്ടിൻ്റെ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ അതെല്ലാം റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആഡ് നമ്പേഴ്സ് കോംപ്ലക്സ് C1, കോംപ്ലക്സ് C2, ദെൻ കോംപ്ലക്സ് സ്റ്റാർ റിസൾട്ട്. സോ ഇവിടെ നമ്മൾ ഇത് റിസൾട്ട് പോയിൻ്ററാണ് വരുന്നത്. അതുകൊണ്ട് പോയിൻ്റർ റിസൾട്ട് ആരോ റിയൽ ഈക്വൽ ടു എന്താണ്? C1 ഡോട്ട് റിയൽ, C2 ഡോട്ട് റിയൽ. അങ്ങനെ നമ്മൾ ഇത് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് റൺ ദിസ്. എൻ്റർ ഫസ്റ്റ് റിയൽ 1, 2, 3, 4. അത് ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ പോയിൻ്ററായിട്ട് പാസ് ചെയ്യുന്നു, റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്തില്ലെങ്കിലും എന്താണ് ആ വാല്യൂ, റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ഇറ്റ് ഈസ് സംതിങ് ക്വൈറ്റ് സിമിലർ ടു സ്ട്രക്ചേഴ്സ്, ബട്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. And it is called as a union. Okay, it is similar to structure, but difference endana? Similar to structure means multiple data under one name or under one variable. Okay, so what is the difference between a structure and a union? What is the difference? Structure allocates memory for all members, whereas union
can hold only one member at a time. അതായത് ഇപ്പോൾ സ്ട്രക്ചറിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ 5 മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പക്ഷേ യൂണിയനിൽ അങ്ങനെയല്ല. 5 or 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അറ്റ് എനി ഗിവൺ ടൈം ഒരെണ്ണത്തിന് മാത്രമേ വാല്യൂ കാണുള്ളൂ. ഒരെണ്ണത്തിൻ്റെ വാല്യൂ മാത്രമേ യൂണിയൻ ഹോൾഡ് ചെയ്യുള്ളൂ. അത് മെമ്മറി സേവ് ചെയ്യാനുള്ളൊരു ഇതാണ്. പിന്നെ സിൻടാക്സ് എല്ലാം all syntax are same as structure. ഞാൻ സിൻടാക്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഐ ജസ്റ്റ് ഷോ എ സാമ്പിൾ ഫങ്ഷൻ. ഓക്കെ ഇതൊരു ഇതാണ് യൂണിയൻ്റെ എക്സാമ്പിളാണ്. ജസ്റ്റ് ആ ഒരു എന്താണ് യൂണിയനും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സോ ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രക്ചർ യു യൂസ് ദ ടേം യൂണിയൻ. ഓക്കെ സ്ട്രക്റ്റിന് ഒരു യൂണിയൻ യൂസ് യൂണിയൻ ജോബ് ഫ്ലോട്ട് സാലറി ഇൻറ്റ് വർക്കർ നമ്പർ ആൻഡ് വി ആർ ഡിക്ലെയറിംഗ് ദ വേരിയബിൾ ജെ. ഓക്കെ സോ ഇനിഷ്യൽ നമ്മൾ എന്താണ് ജെ ഡോട്ട് സാലറി ഈക്വൽ ടു സംതിങ് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ദെൻ എന്താ ചെയ്യുന്നത് ജെ ഡോട്ട് വർക്കർ നമ്പർ ഈക്വൽ ടു 100. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കുന്നത് നമ്മൾ രണ്ടും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത് രണ്ടും പ്രിൻറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. പ്രോഗ്രാം 13 എന്താ സംഭവിച്ചത്? സാലറി നമ്മൾ കൊടുത്ത 12.3 ആണ്, പക്ഷേ 0 ആണ് കാണിക്കുന്നത്. പക്ഷേ വർക്കർ നമ്പർ ഓഫ് വർക്കേഴ്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, 100 തന്നെ വന്നിട്ടുണ്ട്. അതെന്താ അങ്ങനെ? കാരണം നമ്മൾ ആദ്യം ഇതിൽ റിമെമ്പർ അറ്റ് എ ടൈം ഒരെണ്ണം ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ സാലറി ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ അതിൽ യൂണിയൻ്റെ അകത്ത് എന്താണ് സാലറിയുടെ വാല്യൂ ഉണ്ട്. പക്ഷേ ദ മൊമെൻറ്റ് വി ഇനിഷ്യലൈസ് ദിസ് വർക്കർ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇത് പറ്റില്ല. പിന്നീട് ഇത് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല, കാരണം യൂണിയനിൽ ഒരെണ്ണം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യും അല്ല ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇല്ലാതായിപ്പോൾ. അതാണ് ഇവിടെ സംഭവിച്ചത്. എവറിത്തിങ് എൽസ് ഇസ് സിമിലർ ടു വാട്ട് വി ഡു വിത്ത് സ്ട്രക്ചർ. ഓക്കെ സോ ഇതാണ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ ആ രണ്ട് കോൺസെപ്റ്റിലുള്ള കുറച്ച് എക്സാമ്പിൾസ്. നത്തിങ് എൽസ്. സോ ഐ എം സ്റ്റോപ്പിംഗ് ദിസ് lecture here. Okay, thank you.